ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എന്നത്തെയും പോലെ നമ്മളൊരു കാറിന്റെ റിവ്യൂ അല്ല കേട്ടോ, അതും സെയിലുള്ള വണ്ടിയൊന്നും അല്ല. ഇന്നൊരു യൂസർ റിവ്യൂ ആണ്. അത് യമഹയുടെ സ്കൂട്ടറാണ്, ഫസീനോ ആണ്. ഇത് നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം സമയമായിട്ടോ. നമ്മളൊരു 15,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇത് വൈഫിന് വേണ്ടി മേടിച്ച വണ്ടിയാണോ. അതുപോലെ കൂൾ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് വണ്ടിക്ക് വാങ്ങിയിട്ടുള്ളത്. വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ റിവ്യൂ ഇടാന്ന് വെച്ചേ. സ്കൂട്ടറിന്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പൊ ഇത് ഉപയോഗിച്ചതിന്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് അടിപൊളിയാണ്. ഇതിന്റെ ടയർ ഏകദേശം മാറി 15,000 കിലോമീറ്റർ എടുത്ത് ടയറും കിട്ടിയിട്ടോ. കഴിഞ്ഞ ദിവസമാണ് ടയർ മാറിയിട്ടത്. അപ്പോൾ ബാക്ക് ടയർ ആണ് കേട്ടോ മാറിയിട്ടെ. വണ്ടി അത്യാവശ്യം നല്ല യാത്രാസുഖവും അടിപൊളി കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഫസീനോയുടെ ആദ്യ ലുക്കാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇത് എന്താ പറയാ, ഇതും അടിപൊളിയാണ്. കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടോ, വണ്ണം കുറച്ച് കൂടുതൽ വെച്ചൊരു ഫീലാണ് കേട്ടോ. മൊത്തത്തിൽ ഈ വാഹനം നോക്കുമ്പോഴായാലും ഇപ്പൊ ഒരു ക്ലാസിക് ടച്ചിന്റെ ഒരു ഫ്രണ്ട് പാറ്റേണൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ ഫസീനിൽ വെച്ച് നോക്കുമ്പോഴായാലും കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. നല്ല ചെറിയ പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒക്കെ സൈഡ് മൗണ്ട് ആയിട്ടാണ് കൊടുത്തത്. അതുപോലെ ഇത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് കേട്ടോ. എൻട്രി ലെവൽ വേരിയന്റ് ആണ്. അതിലിപ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഡിസ്ക് ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കോമ്പി ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. അതുപോലെ ഇവിടെ മിററിലൊക്കെ ഒരു സിൽവർ ഇൻസെർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കമ്പനി ഏകദേശം ഒരു 60-65 ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ കിട്ടണം നോർമലി ഒരു 55-60 കൺഫേം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മീറ്റർ സൈഡ് നോക്കുമ്പോൾ അതിൽ അനലോഗ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഓടിയ കിലോമീറ്റർ കാണാം കേട്ടോ. അല്ല, മൈലേജ് ആണ് ഈ എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ യാത്ര സുഖം അടിപൊളിയുണ്ട്. രണ്ടുപേർക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ. ഞാനും വൈഫോടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഈ സ്കൂട്ടറിലാണോ. ഒരിക്കലും കാറിൽ പോലെ ഒരുപാട് ശീലമില്ല. സ്കൂട്ടറിൽ പോയി വർത്താനം പറഞ്ഞു പോകണതിൻ്റെ ആ ഒരു ഫീൽ ഒന്ന് വേറെ കേട്ടോ. മഴക്കാലാണെങ്കിൽ മാത്രമാണ് സ്കൂട്ടർ ഉപയോഗിച്ച് കാറിൽ എടുക്കൽ കൂടുതൽ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പെരുമ്പാവൂരാണ് ഞങ്ങളുടെ വീട് വരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളമൊക്കെ പോകുമ്പോഴായാലും അധികം ഉപയോഗിക്കുന്ന ഈ സ്കൂട്ടർ തന്നെയാണ് കേട്ടോ. ഇതിലതുപോലെ തന്നെ ഓട്ടോ ഓഫ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി റണ്ണിങ് ആണ്, ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കിലേക്ക് നിൽക്കുമ്പോൾ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ കട്ട് ഓഫ് ആയി. അങ്ങനെ മൈലേജ് മാക്സിമം കിട്ടാൻ പാകത്തിന് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് പോകാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ടോപ്പ് എൻഡ് വേരിയന്റ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഒന്നാമത്തെ കംപ്ലൈൻറ്റ്. എനിക്ക് ഇതിനു മുമ്പ് ഒരു ഫസീനോ ഉണ്ടായിരുന്നു. അതിൽ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സംഭവങ്ങൾ ഡീറ്റെയിൽ മീറ്റർ ഒക്കെ ആയിരുന്നു. അതിന്റെ കംപ്ലൈന്റുകൾ എനിക്കറിയാം. അതുകൊണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണുമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ ഒരു പേരിങ്. അപ്പോൾ ബേസ് എടുക്കുകയാണെങ്കിൽ വേറെ വിഷയമില്ലാന്ന് തോന്നി. പിന്നെ സ്കൂട്ടർ യമഹേന്റെ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ വാങ്ങിച്ച് ഉപയോഗിച്ച റേയുടെ ഇസഡാർ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കണ്ടോ. അത് ഇതേ വരെ ഒരു കംപ്ലൈന്റ് 2018 എടുത്താണ്. ഇന്നേ വരെ അതിന് മേജർ കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടില്ല കേട്ടോ. ആകെ ഒരു ഡ്രൈവ് ബെൽറ്റ് പൊട്ടിയല്ലാണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് ഓർത്താണ് ഫസീനോ എടുത്തത് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിലുള്ള അലോയ്സും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ട്രെമോളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾ എടുത്തപ്പോൾ അലോയുള്ള വേരിയന്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ബാക്കും അലോയ്സ് തന്നെയാണ് വരുന്നത്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഡിസ്ക് ഇല്ലാന്ന് വെച്ചിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബാക്കിലായാലും നല്ല സ്റ്റൈലിഷ് ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. അതുപോലെ നമ്പർ പ്ലേറ്റ് ഒക്കെ മൗണ്ട് ചെയ്യാൻ കറക്റ്റ് ആ ഒരു സെറ്റിലായിട്ടാണ് ബാക്കിൽ നോക്കുമ്പോഴായാലും. പഴയ ബസ്സിനെ വെച്ച് കുറച്ചുകൂടെ വണ്ണം വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു എന്താ പറയുക ഡിഫക്റ്റ് ആയിട്ട് ലേഡീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇച്ചിരി ടഫായിട്ട്. പക്ഷേ ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ തീരെ വെയിറ്റ് കുറവില്ല കേട്ടോ. ഓടിച്ചുകൊണ്ട് നടക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് ഫസീനക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി തരാനുണ്ട്. നല്ല മൈലേജ്, നല്ല യാത്രാ സുഖവും, അല്ല യാതൊരു കംപ്ലൈന്റും ഇല്ല. എത്ര സർവീസുകൾക്ക് കൊണ്ടുപോയെങ്കിലും ഇന്നേ വരെ എനിക്കൊരു കംപ്ലൈന്റ് ആയിട്ട് അവരോട് പറയാനായിട്ട് ഉണ്ടായില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സർവീസിനോ പറയേണ്ട ഒരു കംപ്ലൈന്റ് ഉണ്ടായി കാണിച്ചു തരാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡ്ലൈറ്റിലേക്ക് പോയിക്കോട്ടോ. ഹെഡ്ലൈറ്റ് ആ ബൾബ് അടിച്ചു പോയി. അത് ഇത്രയും നാൾ ചൂടായി ഓടിയതിൻ്റെ ആയിരിക്കും ബൾബ് അടിച്ചത്. അല്ലാണ്ട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കാലധിക്യം മൂലം പോണ സാധനങ്ങളാണോ. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കേട്ടോ. അത് മെയിൻ ഹൈലൈറ്റാണ്. ഓടിച്ച് പഠിക്കുന്ന വൈഫൊക്കെ ലൈസൻസ് എടുത്ത് ഉടനെ മേടിച്ചു കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ അത് മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോഴത്തെ വണ്ടികളിൽ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ വരുന്നുണ്ട്. അതൊരു മെയിൻ സംഭവമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചുമ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആ സ്റ്റാൻഡേർഡ് മാത്രമാണ് സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഓക്കെയാണ്. പിന്നെ സൈലന്റ് സ്റ്റാർട്ട് ആട്ടോ. മറ്റേ സെൽഫ് മോട്ടർ അടിച്ച് കറങ്ങിയുള്ള കറന്നുള്ള സൗണ്ടൊന്നുമില്ല. വണ്ടി സൈലന്റ് ആയിട്ട് സ്റ്റാർട്ടായി സ്മൂത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതിന് ഒരുപാട് എന്താ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ആവറേജ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നു. വൈബ്രേഷൻ എന്ന് പറയാനായിട്ട് തന്നെ ഇല്ല. വണ്ടി വളരെ സ്മൂത്ത് ആണ്. സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തീരെ കൺജസ്റ്റഡ് അല്ല. പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വരെ നടുക്കത്ത സംഭവമൊന്നുമില്ല. അത്യാവശ്യം ആവറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോഡിയും പെയിന്റിങ്ങും ആണ്. ഇതിപ്പോൾ റീസെന്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തു. അപ്പോൾ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റബ്ബിംഗ് കോമ്പൗണ്ട് പിടിച്ച് ചെയ്യുമ്പോൾ അതും പോയി കിട്ടിയിട്ടോ. പിന്നെ ഒരു നെഗറ്റീവ് ഈ വണ്ടിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റ് കവർ. ഈ കളർ ഇതിന് ചേരുള്ളൂ. പക്ഷേ ഈ വണ്ടി എടുത്തപ്പോൾ കിട്ടിയ സീറ്റ് കവർ ആണോ. ഇത് പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണോ.
തീരെ ലോ ക്വാളിറ്റി ആണ് എനിക്ക് തോന്നി. ഇത് കളർ ഫെയ്ഡ് ആയി പോണേ, ചെളി പിടിക്കുന്ന കൂടുതൽ ഫെയ്ഡ് ആയി പോണേ, കഴുകിയിട്ട് അതിൽ വൃത്തിയാവണില്ല കേട്ടോ. ഇതിന്റെ ബൂട്ട് തുറക്കണേ, ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്താണ് ബൂട്ട് തുറക്കണേ. അത്യാവശ്യം ഒരു ഹെൽമെറ്റും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വെക്കാം. സർവീസ് ബുക്ക് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫ്യൂൽ അടിക്കണമെങ്കിൽ നോർമൽ നമ്മൾ അടിച്ചിട്ട് സീറ്റ് ഓപ്പൺ ചെയ്ത്, അതൊരു നെഗറ്റീവായിട്ട് പറയാനില്ല, നോർമലി സ്കൂട്ടേഴ്സിൽ കണ്ടുവരുന്ന ആ ഒരു ഇത് തന്നെ കേട്ടോ. അത്യാവശ്യം ബൂട്ട് സ്പേസിന്റെ കാര്യത്തിലായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഓവർ ബൂട്ട് സ്പേസ് ഇല്ലെങ്കിലും ആവറേജ് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ ആക്റ്റീവായിട്ട് സ്പേസ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് ഫസീനോ എന്ന് പറയുന്ന സ്കൂട്ടറിന്റെ കാര്യത്തിൽ പക്ക ഒരു ചോയ്സ് ആണ് കേട്ടോ. അതുപോലെ യമഹയുടെ വണ്ടികളിൽ ഞാൻ 100% സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതേവരെ വാങ്ങിയിട്ട് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്തേ. നമ്മുടെ ഈ വണ്ടിയുടെ ഷോക്ക് എന്ന് പറയുന്ന ബൈക്കിന് സമാനമായിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ഷോക്കും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ഗട്ടറി ചാടുമ്പോഴൊന്നും വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതും ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഫസീനോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഡൗട്ടൊന്നും വേണ്ട, ധൈര്യമായിട്ട് എടുക്കാം. ഡിസ്ക് ബ്രേക്കുള്ള വണ്ടി ഡിജിറ്റൽ ഉള്ളതെന്ന് ഞാൻ ഒരുപാട് പ്രിഫർ ചെയ്യല്ല. അത് പിന്നെ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ അവർ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ, ഗ്യാരണ്ടിയിലുള്ളതല്ലേ. അപ്പോൾ ഫസീനോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.